ജീവകിരീടം തൻ കയ്യിലുള്ളൂ, ജീവപുസ്തകം തുറന്നിടുമേ. ജീവകിരീടം തൻ കയ്യിലുള്ളൂ, ജീവപുസ്തകം തുറന്നിടുമേ. ജീവിതശുദ്ധി പാലിച്ചവർ തൻ ചാരത്തണഞ്ഞു മോദിച്ചിടുമേ. ജീവിതശുദ്ധി പാലിച്ചവർ തൻ ചാരത്തണഞ്ഞു മോദിച്ചിടുമേ. തന്നിടുക നിൻ കൃപാവരങ്ങൾ, പോരാട്ടത്തിൽ ഞാൻ തളർന്നിടാതെ. തന്നിടുക നിൻ കൃപാവരങ്ങൾ, പോരാട്ടത്തിൽ ഞാൻ തളർന്നിടാതെ. പ്രൈസ് ഗോഡ്. അതെ, പോരാട്ടങ്ങളിൽ, പ്രതിസന്ധികളിൽ, പ്രശ്നങ്ങളുടെ നടുവിൽ, പരീക്ഷകളുടെ നടുവിൽ തളർന്നു പോകാതെ വണ്ണം കർത്താവ് ഓരോ നാളും തൻ്റെ കൃപയും ശക്തിയും ബലവും നൽകി നമ്മെ വഴി നടത്തുവാൻ സർവശക്തനാകുന്നു. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങൾ. നമ്മുടെ കർത്താവിൻ്റെ പക്കൽ സ്വർഗരാജ്യത്തിൽ അനേകം കിരീടങ്ങളുണ്ട്, നമുക്കെല്ലാവർക്കും അറിയാം. അതെ, ജീവകിരീടം തൻ്റെ കയ്യിലുള്ളവർ, ജീവിത ശുദ്ധി പാലിച്ചവർക്ക്, വിശുദ്ധിയോടും ദൈവഭയത്തോടും ഭക്തിയോടും ജീവിക്കുന്നവർക്ക്, പരീക്ഷ സഹിക്കുന്നവർക്ക്, കൊള്ളാകുന്നവരായി തികഞ്ഞ ശേഷം ആമേ നൽകുന്നൊരു കിരീടമാണ് ജീവകിരീടം. മരണപര്യന്തം വിശ്വസ്തരായിരിക്കുമ്പോൾ ലഭിക്കുന്ന കിരീടമാണ് ജീവകിരീടം. ഇന്ന് പകൽക്കാലത്തെ ചിന്തയ്ക്ക് ആധാരമായി വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 10-ാം വചനം നമുക്ക് വായിക്കാം. നീ സഹിക്കുവാനുള്ളത് പേടിക്കേണ്ട, നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങളിൽ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവമുണ്ടാകും. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും. അതെ, ഇത് സ്മുർണ സഭയുടെ ദൂതനെ എഴുതുക, ആ സഭയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ആലോചന എന്ന് നമുക്ക് വായിക്കുവാനായി ഇടയായിത്തീരും. ഇത് പറയുന്നത് ആരാണ്? 8-ാം വചനത്തിൽ മരിച്ചവനായിരുന്നു വീണ്ടും ജീവിക്കുകയും ചെയ്ത ആദ്യനും അന്ത്യനുമായവൻ അരുളി ചെയ്യുന്നത്. അതെ, നമ്മുടെ കർത്താവ് ഇന്നും നമുക്കായി ജീവിക്കുന്നു. അവൻ മരിച്ചവനായിരുന്നു, ഇന്നും ജീവിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ അസാധ്യങ്ങളെ സാധ്യമാക്കി ഇന്നത്തെ സ്ഥിതികൾക്ക്, അവസ്ഥകൾക്ക് വ്യത്യാസം വരുത്തി പുതിയൊരു അനുഭവം നൽകുവാൻ നമ്മുടെ ദൈവം സർവശക്തനാണ്. നമ്മുടെ കർത്താവ് നമ്മെ അറിയുന്ന ദൈവമാണ്. 9-ാം വചനത്തിൽ വായിക്കുന്നു, ഞാൻ നിൻ്റെ കഷ്ടതയും ദാരിദ്ര്യവും നീ ധനവാനാകുന്നു താനും. തങ്ങൾ യഹൂദരെന്ന് പറയുന്നെങ്കിലും യഹൂദരല്ല, സാത്താൻ്റെ പള്ളിക്കാരായവരുടെ ദൂഷണവും അറിയുന്നു. നമ്മുടെ നല്ല ഭാഗവും കർത്താവ് അറിയുന്നു. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ ദൈവഹിതമില്ലാത്ത ഭാഗങ്ങളും കർത്താവ് നന്നായിട്ട് അറിയുന്നു. ദൈവത്തിന് മറഞ്ഞിരിക്കുന്നതൊന്നുമില്ല. നാം അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ, സഹിക്കുന്ന കഷ്ടതകൾ ദൈവം അറിയുന്നു. ആമേൻ. നമ്മുടെ ദാരിദ്ര്യം അറിയുന്നു. പുറമേ നാം എല്ലാം ഉള്ളവരെന്ന് മറ്റുള്ളവർക്ക് തോന്നുമാറ് നാം ജീവിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ അകത്തളത്തിലുള്ള ശൂന്യതകളെ കർത്താവ് അറിയുന്നു. മാത്രമല്ല, പുറമേ നാം ഭക്തിയുള്ളവരാണ്, ആമേൻ, വിശുദ്ധരാണെന്ന് പറയുന്നെങ്കിലും നമ്മുടെ രഹസ്യ ജീവിതത്തിലുള്ള ഓരോ അവസ്ഥകളെയും കർത്താവ് നല്ലവണ്ണം അറിയുന്നു. സ്തോത്രം. എന്നിട്ട് കർത്താവ് അടുത്ത വചനത്തിൽ പറയുന്നു, നീ സഹിക്കുവാനുള്ളത് പേടിക്കേണ്ട. അതെ, ഇന്ന് നാം സഹിച്ചുകൊണ്ടിരിക്കുന്ന പല വിഷയങ്ങളെക്കുറിച്ച് നമുക്ക് ഭാരമുണ്ട്. നാളെ എന്തായിത്തീരും, എന്താണ് അടുത്ത ദിവസങ്ങളിൽ ഞാൻ സഹിക്കാൻ പോകുന്നതിനെക്കുറിച്ച് ആകുലതകളും ആദിയും ആമേൻ ഭാരവുമുള്ളതാണ് നമ്മിൽ പലരും. എന്നാൽ കർത്താവ് പറയുന്നു, പേടിക്കേണ്ട, നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങളിൽ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു. അതേ, ചില പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം. അത് നമ്മെ നശിപ്പിക്കേണ്ടതിനല്ല, നമ്മെ പരീക്ഷിക്കേണ്ടതിന് മാത്രം. പരീക്ഷിച്ച് കർത്താവ് നമ്മെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവരും. ഇന്ന് നാം അനുഭവിക്കുന്ന, ഇനി നമുക്ക് വരുവാൻ പോകുന്ന ശോധനകളായാലും പ്രതിസന്ധികളായിരുന്നാലും ഒന്നിനെ നാം തകരുവാൻ ദൈവം ഒരു നാളും സമ്മതിക്കുകയില്ല. വീണ്ടും വായിക്കുന്നു, 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവമുണ്ടാകും.
അതായത് ഒരു ലിമിറ്റഡ് ടൈം മാത്രം, ഒരു ലിമിറ്റഡ് പീരീഡ്സിൽ മാത്രം. ദൈവം എപ്പോഴും നമ്മെ പരീക്ഷിക്കുന്ന ദൈവമല്ല. ഹല്ലേലൂയ. ദോഷങ്ങളാൽ നമ്മെ പരീക്ഷിക്കുന്ന കർത്താവല്ല. എന്നാൽ ചില ദിവസത്തേക്ക് പ്രയാസങ്ങളുണ്ടാകും, എന്നാൽ മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക എന്ന അതിൻ്റെ വാക്കിൻ്റെ അർത്ഥം നാം ഈ പരീക്ഷാഘട്ടത്തിലായിരിക്കുമ്പോഴും നാം വിശ്വസ്തരായിരിക്കണം. അതിൽ നിന്ന് ഈ 10 ദിവസം കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒരു പീരീഡ് കഴിയുമ്പോൾ കർത്താവ് നമ്മെ പുറത്തെടുക്കുമ്പോഴും നാം ദൈവത്തിന് വിശ്വസ്തരായിരിക്കണം. ഹല്ലേലൂയ. അങ്ങനെ മരണപര്യന്തം നാം വിശ്വസ്തരായിരുന്നാൽ നമുക്ക് ലഭിക്കുന്ന കിരീടമാണ് ജീവകിരീടം. ആമേൻ, സ്തോത്രം. നിത്യമായ യുഗങ്ങളായി നിത്യജീവൻ പ്രാപിച്ചുകൊണ്ട് ആ ജീവകിരീടം പ്രാപിച്ചെടുക്കുക ദൈവം നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. ആയതിനാൽ നമ്മെ അറിയുന്നൊരു കർത്താവുണ്ട്, നമ്മുടെ അവസ്ഥകൾക്ക് സ്ഥിതികൾക്ക് വ്യത്യാസം നൽകുന്നൊരു ദൈവമുണ്ട്. മാത്രമല്ല ആമേൻ, സ്തോത്രം, നാം സഹിക്കാനുള്ളതിനെക്കുറിച്ച് ഭയപ്പെടേണ്ട, ഭാരപ്പെടേണ്ട കർത്താവ് നമ്മോട് കൂടെയുണ്ട്. എന്നാൽ ദൈവഹിത പ്രകാരം ജീവിപ്പാൻ നമ്മെ ഒന്നുകൂടെ സമർപ്പിച്ചു കൊടുക്കാം. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവം, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതത്തിലും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ നല്ല ആലോചനയ്ക്ക് സ്തോത്രം. വചനപ്രകാരം ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. ദൈവസനത്തിൽ മുറുമുറുക്കാതെ, പിറുപിറുക്കാതെ, ദൈവത്തിന് വിഹിതമില്ലാത്ത കാര്യങ്ങളൊന്നും സംസാരിക്കുക, ദൈവത്തിന് ഹിതമാവണ്ണം ജീവിപ്പാൻ ഞങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവേ, മരണപര്യന്തം വിശ്വസ്തനായിരുന്നുകൊണ്ട് ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ഗുഡ് മോർണിംഗ്. ഹാവ് എ ഗ്രേറ്റ് ഡേ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.